ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു കിടിലം ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പിസ്തയുടെ ഷെല്ലൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ റെഡ് കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ക്രിംസൺ റെഡാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പിസ്തയുടെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ പെയിൻറ്റ് അടിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളർ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു പിസ്തയുടെ കാണാനും. ഇനി നമുക്കൊരു ചെറിയ പേപ്പർ സ്ട്രിപ്സ് ആണ് വേണ്ടത്. ഇത് ഞാൻ ക്വില്ലിംഗ് പേപ്പറില്ലേ, നമ്മൾ ആ ഒരു കമ്മലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പേപ്പർ കുറേ ബാക്കി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വേണമെന്നില്ല, സാധാ വൈറ്റ് പേപ്പർ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലൊരു തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ടിപ്പിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്വില്ലിംഗ് ടൂൾ തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ടൂൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ടിപ്പിൽ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. പിന്നെ ആ ഒരു റോൾ ചെയ്തത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ നമ്മളൊരു പെൻസിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബാക്കിലൊന്നിങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി വരും. അപ്പം നല്ല ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതുപോലെ ഒന്നും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിക്കാം. ക്വില്ലിങ്ങിൻ്റെ ടൂൾ ഇല്ലെങ്കിൽ നിങ്ങൾ പെന്നിൻ്റെ റീഫിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റിൽ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ശരിക്കിത് വേണ്ടതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ചൊരു ഗ്രീനും യെല്ലോവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വില്ലിംഗ് പേപ്പർ ലൈറ്റ് ഗ്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് വൈറ്റ് കളർ പേപ്പറിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് രണ്ടെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ പേപ്പർ സ്ട്രിപ്സ് ആണ്. ബ്ലാക്ക് കളർ കുറച്ചും കൂടി ഒരു വീതി കൂടിയത്, നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു വീതി കൂടിയത്. അപ്പോൾ ഇതും ക്വില്ലിംഗ് പേപ്പർ തന്നെ കുറേ പഴയതാണ്, അതാക്കും ചുരുണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു 3-4 മടക്കായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടല്ല, ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഫുള്ളൊന്ന് അഴിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു ടിപ്പിൽ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ഇതില്ലേ അതിങ്ങനെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ നമുക്ക് എല്ലായിടത്തും വേണ്ടതിന് വേണ്ട ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് ഒരു 4-5 റോളൊന്നും ആയിക്കോട്ടെ, എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം നല്ല പൂവിൻ്റെ നടുക്കൊക്കെ ഉള്ള ഒരു ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ആ ഒരു ഗ്രീൻ കളർ പ്രസ് ചെയ്തിട്ട് അകത്തോട്ടാക്കരുത്. ആ ഗ്രീൻ കളർ ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന അതാണ് ഒരു ഭംഗി. അപ്പോൾ മേ ബി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് ബാക്കിലൊന്നിങ്ങനെ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ രണ്ടെണ്ണം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ആദ്യം സ്ട്രിപ്സ് എടുത്തപ്പോൾ ഞാൻ ശരിക്കും അത് കാണിക്കാൻ മറന്നു. ഒരു 4 എണ്ണക്കാക്കി ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 4 ഫ്ലവറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ഓരോ സ്ട്രിപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറച്ചൊന്നൊരു ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ പിസ്തയുടെ ഷെല്ലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊരു വീതിയുള്ളൊരു പേപ്പർ വേണമെന്ന് പറഞ്ഞത്. കാരണം കുറച്ച് കട്ട് ചെയ്തിട്ടും പിന്നെ ആ ഒരു പിസ്തയുടെ ഷെല്ലൊക്കെ നിൽക്കാനുള്ള കുറച്ചൊരു വീതിയുള്ള പേപ്പർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോരാ, കുറച്ചും കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് കട്ട് ചെയ്താൽ മതി. കാരണം ഈ ഒരു ഗ്യാപ്പിൽ ഒട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചിട്ട് പിന്നെ അടുത്ത ഷെല്ല് ഒട്ടിക്കുന്നത് നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ ഒരു പകുതിയായിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഒട്ടിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ഒരു പകുതി ഭാഗത്തുനിന്ന് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിതിലൊരു 5 പിസ്തയുടെ ഷെല്ലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു അകത്തോട്ടാകുന്ന രീതിയിൽ, അതായത് ഒരു പൂവിനെ പോലെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അത് എനിക്ക് അതിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഫ്ലവർ, നല്ല ഭംഗിയില്ലേ കാണാനും. ആ ഒരു പോപ്പി ഫ്ലവറാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു ഗ്രീൻ കളറില്ലേ നമ്മൾ നേരത്തെ ഇങ്ങനെ പെൻസിലുണ്ടാക്കി വെച്ചിട്ടുള്ളതിന് അത്
ഉള്ളോട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പെൻസിലോണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഒന്ന് ചെരിച്ചാണ് ഒട്ടിക്കേണ്ടത്. ഏത് സൈഡായാലും കുഴപ്പമില്ല കേട്ടോ, പിസ്തയുടെ ഷെല്ലിൻ്റെ. എന്നിട്ട് അടുത്തത് ഒട്ടിക്കേണ്ടത് നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ ഒരു പകുതി വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. അങ്ങനെ നമ്മളൊരു 5 എണ്ണം വീതം ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമ്മളുടെ രണ്ടാമത്തെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 4-5 ഫ്ലവേഴ്സ് തന്നെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെഡ് കളർ, ഞാനൊരു സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൽ റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് കളർ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ എടുത്താൽ മതി. അപ്പം ഞാനൊരു കുഞ്ഞ് പെറ്റലിൻ്റെ ഷേപ്പിൽ ഒരു 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്തയുടെ ഷെല്ലൊരു ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് ഗോൾഡൻ്റെ ഒരു കമ്പിയാണ്. ഗോൾഡൻ കമ്പിയൊന്നും വേണമെന്നില്ല, നമ്മൾ സാധാരണ ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പിയില്ലേ, അങ്ങനത്തെ കമ്പി യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു കമ്പിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഞാനൊരു 3 കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ട് വളച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു കെട്ട് പോലെ ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു 3 എണ്ണം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതാണ് ഞാൻ പറഞ്ഞ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പി നോക്കി എടുത്താൽ മതി, ഗോൾഡൻ കമ്പി ഒന്നും വേണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ഒരു പിസ്തയുടെ ഷെല്ലിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഈ വളച്ച് വെച്ചിട്ടുള്ള ഒരു കമ്പിയില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു റെഡ് കളർ നമ്മൾ ചെയ്തിട്ടില്ലേ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിങ്ങനെ കുറച്ച് പുറത്തോട്ട് തള്ളുന്ന രീതിയിൽ ആക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അടുത്ത പിസ്തയുടെ ഷെല്ലും കൂടെ ഒന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നല്ലൊരു പൂ ഇങ്ങനെ അകത്തൊരു റെഡ് കളർ പൂ വിരിയാനായിട്ടുള്ളൊരു മൊട്ട് പോലെയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ ഒരു റെഡ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുഞ്ഞ് പെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിസ്തയുടെ ഷെല്ലിനേക്കാളും കുറച്ചും കൂടി ഒരു നീളത്തിൽ കട്ട് ചെയ്യാം. പിന്നെ സ്പോഞ്ച് ഷീറ്റ് വേണമെന്നില്ല, ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറൊക്കെ യൂസ് ചെയ്താലും മതി. ഒരു റെഡ് കളർ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഫ്ലവറിന് ഒരു സ്റ്റെമ്മിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീളത്തുള്ളൊരു കമ്പിയാണ്. അത് ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ട് ത്രെഡ് ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ 2-3 പീസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ്, സ്റ്റെമ്മ്, ബഡ്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതൊരു വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കോട്ട് അടിച്ചപ്പോഴത്തേക്കിന് നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ബോട്ടിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് വോൾ ഡെക്കറായിട്ട് ചെയ്താലും മതി. നല്ല കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ടിഷ്യൂ പേപ്പറും പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിൽ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ കുറേ പേര് ബോട്ടിൽ ആർട്ട് വേണമെന്ന് പറയും, അതാണ് ഞാൻ പിന്നെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും നമുക്ക് ഹോം ഡെക്കറായിട്ട് നമുക്ക് വാൾ ഡെക്കറിലൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ട് അതിലൊന്ന് നമുക്ക് ഏത് ഷേപ്പിലുള്ള ലീഫാണോ വേണ്ടതെന്ന് വെച്ചാലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനപ്പോൾ നമ്മൾ നേരത്തെ ആ ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ ഫ്ലവർ ടേപ്പ് ചുറ്റാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുറ്റി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് ഷീറ്റിന് വലിയ വില ഒന്നുമില്ല കേട്ടോ. ഞാൻ ഒരു വലിയൊരു ഷീറ്റ് ഞാനൊരു 7 രൂപയ്ക്കാണ് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിതിൻ്റെ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. കാരണം ഒരുപാട് പേര് ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അധികം ആളുകൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബോട്ടിൽ ഈ ഒരു കമ്പി ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ. അതവിടെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോയി. പിന്നെ ഞാനത് പറിച്ചെടുത്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പറിക്കുന്ന സമയത്ത് ആ പെയിൻറ്റും കൂടെ ഇളകി പോകുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടി. പിന്നെ ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ്. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ഒട്ടിയില്ല, പക്ഷേ കുറച്ചൊന്നും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ ടിഷ്യൂ പേപ്പറൊന്നും ഒട്ടിക്കാതെ നേരിട്ടിട്ട് ഒട്ടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു കമ്പി ഒട്ടാൻ ഇത്ര പാട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മളെ ജൂട്ട് ത്രെഡൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ പോപ്പി ഫ്ലവറിൻ്റെ ഈ ഒരു സ്റ്റെമ്മ് നല്ല തിന്നായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനായിരുന്നു ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ ഫ്ലവേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാജൂസ്, ആയിഷ, പിന്നെ വേറൊരു ആയിഷ, 3 പേർക്ക് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു 2 സ്റ്റെമ്മും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാമായിരുന്നു. പക്ഷേ അത് കുറച്ചൊരു പണിയായിരുന്നു ഒട്ടിച്ചിട്ട്. അപ്പോൾ ഇനി എങ്ങാനും ഒട്ടിച്ചിട്ട് അത് പെയിൻറ്റ് ഇളകി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ ഒരു സ്റ്റെമ്മ് തന്നെ ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ആ ഒരു 5 ഫ്ലവേഴ്സും അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ബഡ്സ് ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ രീതിയിലാട്ടോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലീവ്സും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും വേണ്ടത് കുറച്ചൊന്ന് ഇങ്ങനെ ഒരു വളവുള്ള ടൈപ്പാണ്. ഈ ഒരു ടൈപ്പിൻ്റെ ഈ പോപ്പി ഫ്ലവറിൻ്റെ ലീവ്സ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ് ആ ഒരു ലീവ്സ് കാണാനും. അപ്പോൾ അങ്ങനെ ഇത് സ്പോഞ്ച് ഷീറ്റ് ആകുമ്പോൾ അങ്ങനെ വളഞ്ഞിട്ട് കിട്ടില്ലല്ലോ. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവറാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ വളച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് നോക്കിയിട്ടോ. പക്ഷേ ആ ഒരു സ്പോഞ്ച് ഷീറ്റ് ആയതുകൊണ്ട് അങ്ങനെ ആയി കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എല്ലാം ഒട്ടിച്ചിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് ഒട്ടിച്ചപ്പം കുറച്ചൊരു ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഗ്ലൂവിൻ്റെ. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ആ ഒരു നെക്സ്റ്റ് സൈഡിൽ വേണമെങ്കിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ റെഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ എനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി പിസ്തയുടെ ഷെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എല്ലാവരും പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തന്നെ. നമ്മൾ ഓൾറെഡി പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഒരു 3 ബോട്ടിലും അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, പിസ്ത ഷെൽ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.